അപ്പുറം സലാത്തിന് വേണ്ടി 500 കിലോമീറ്റർ അപ്പുറം ആളുകൾ പോണതിന് ഇവിടുന്ന് ചെല്ലാൻ പാടില്ല എന്ന് ചില അബദ്ധ ബുദ്ധികൾ ചോദിക്കും, മന്ദ ബുദ്ധികൾ ചോദിക്കും. ഇവിടുന്ന് ചൊല്ലിക്കൂടെ? അതാ സ്ഥലത്തിന്റെ പവിത്രത കൊണ്ട്. സലാത്ത് ചെല്ലണമെങ്കിൽ കുറ്റപ്പള്ളി തന്നെ പോണതിന് അതാ സ്ഥലത്തിന് പവിത്രതയുണ്ട്, സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്, അതിനൊരു മഹാത്മ്യമുണ്ട്. അതുകൊണ്ടാണ് ചിലർ ചോദിക്കും, മക്കത്തല്ലേ ഉംറയൊക്കെ ഉള്ളത്, ഹജ്ജ് മക്കത്തല്ലേ ഉള്ളൂ, പിന്നെ മദീനത്തിൽ പോണേ എന്ന് ചോദിക്കുന്നത് പോലെ മൻ ഹജ്ജ ഫലം യസുർനി ഫഖദ് ദഫാനി ശഫീഉനാ റസൂലുള്ളാഹി. ആരെങ്കിലും ഒരാളെ ഹജ്ജിന് വരികയും അവൻ എന്നെ സന്ദർശിക്കാതെ എന്നെ സിയാറത്ത് ചെയ്യാതെ തിരിച്ചു പോവുകയും ചെയ്താൽ ഞാനും അവനുമായി പിണക്കത്തിലാണ്, അവനോട് ഞാൻ പിണങ്ങിയിരിക്കുകയാണെന്ന് പറഞ്ഞതാരാ? പരമപ്രഭുവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. സഹീബുൽ വേടന്റെ മുന്നിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ആട്ടിൻകുട്ടി അല്ലെങ്കിൽ ഒരു മാൻപേട, ആദരവായ മുത്തിന്റെ ലോകത്തിന്റെ പ്രകാശമേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നുപോയപ്പോ അതേ ആട്ടിൻകുട്ടി മുത്തിനെ വിളിക്കുകയാണ്, യാ റസൂലല്ലാഹ്, വിശുദ്ധിയോടെ പാടില്ലാതെ കിടന്ന് കരയുകയാണ്. എന്നെയാണെങ്കിലോ ഈ വേടൻ പിടിമുറുക്കുകയും ചെയ്ത്, അതുകൊണ്ട് എനിക്ക് ജാമീനാകുമോ, എനിക്കൊന്ന് ജാമ്യം നിൽക്കുമോ? ഞാൻ ആ കുട്ടികൾക്ക് പാല് കൊടുത്ത് തിരിച്ചു വരാൻ നബിയേ, ഞാൻ ആ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്ത് തിരിച്ചു വരാൻ നിമിതങ്ങൾ പറയുന്നു. അകടുകൾ നേർത്ത പ്രസവിച്ച ആടിന്റെ മുന്നിലേക്ക് പറഞ്ഞു, നിന്നെ ഒരു വേടൻ പിടിച്ചു കിട്ടിയതാണ്, എനിക്ക് അവകാശമില്ല നിന്നെ പിടിച്ച് നിന്നെ പറിച്ചു വിടാൻ, നിന്നെ പിടിച്ചു വിടാൻ. ആ വേടനെടുത്ത് വന്നപ്പോ മുത്തറസൂലെന്ന് പറഞ്ഞുവല്ലയോ വേട, ഈ പൊന്നുമോ ഈ ആടിന്റെ പൊന്നുമക്കൾ അവിടെ നിന്ന് കരയുകയാണ്, ആട് പാല് കൊടുത്തു തിരിച്ചു വരുമെന്ന് പറഞ്ഞപ്പോ ഭ്രാന്തനാണോ എന്ന് ചോദിച്ചാൽ വേണമെന്നാണ് റസൂലിനെ കളിയാക്കിയപ്പോ ആടിന്റെ സമയത്ത് തിരിച്ചു വരും, അല്ലെങ്കിൽ ഇതുപോലത്തെ മറ്റാടിന്റെ ക്യാസിനായി തരാം, അല്ലെങ്കിൽ നിനക്ക് എന്നെ അറക്കാമെന്ന് പറഞ്ഞ റസൂലുള്ളാഹി തങ്ങൾക്ക് പിന്നിൽ ജാമ്യം നിർത്തി ആടിനെ അടിച്ചുകൊണ്ട് ആടിന്റെ കുട്ടികൾക്ക് പാല് കൊടുത്ത് തിരിച്ചു വന്ന ആടിന്റെ അകിട് വെച്ചിയെന്ന് റസൂലുള്ളാഹി പറഞ്ഞപ്പോ
പൊട്ടിച്ചിരിക്കുകയാണ്. ആട് വരാൻ വൈകിയപ്പോ, പറഞ്ഞ സമയമായപ്പോ അങ്ങകരുതങ്ങൾ റസൂലുള്ളാഹിക്ക് കൊടുത്ത വാക്ക് പാലിച്ചുകൊണ്ട് ആട് ചാടിച്ചാടുകയാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബാക്കളോട് ചരിത്രം പറഞ്ഞു കൊടുത്തുകൊണ്ട് പറയാനാവുകയാണ് മുസ്ലിമായി. അതിനിടയിൽ അല്ലാഹുവിന്റെ റസൂലുള്ളാഹിന്റെ സഹാബികളെ, ആ മക്കാലി മൃഗത്തിന് എന്നോടുള്ള സ്നേഹം പോലും നിങ്ങൾ സ്നേഹിക്കുകയാണെങ്കിൽ നിങ്ങളൊരാളും ഒരു തെറ്റും ചെയ്യുകയില്ല. മാത്രവുമല്ല, ആ മക്കാലി മൃഗത്തിന്റെ ബോധം മനുഷ്യനുണ്ടെങ്കിൽ മനുഷ്യരൊരാളും ഒരു തെറ്റ് ചെയ്യുകയില്ല. നാളെ മരണശേഷമുള്ള ഖബറാകുന്ന മണ്ണറയ്ക്കകത്തളങ്ങളിൽ ചിതലും മുഴുക്കനും നരിച്ചു കിടക്കുന്ന പ്രാന്തപ്രദേശമാകുന്ന ആവണിവെണ്ണിന്റെ ഇരട്ടറയിൽ കിടക്കുന്ന ദുർബലമായ അവസ്ഥകൾ പറഞ്ഞു കൊടുത്തിട്ടും മനുഷ്യ സമൂഹത്തിന് അതൊരു തൊന്നലുമില്ലാതെ ഒരു ചിന്തയുമില്ലാതെ ആൾക്കാരെ മൃഗങ്ങളെ അതപ്പതിച്ചവനായി പാവം ചെയ്ത് മറ്റു ധിക്കരിച്ച് നടക്കുന്ന മനുഷ്യ സമൂഹത്തിനോടുള്ള ആ താക്കീതിൽ നിന്നും ഏതെങ്കിലും ഒരു താക്കീത നാളെ മത്സരയിൽ ചോദ്യമുണ്ടെന്നുള്ള താക്കീതിനാൽ ഈ മൃഗങ്ങൾ കല്ലാതെ കൊടുത്തുള്ളായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ആർക്കും ഭക്ഷിക്കാൻ കിട്ടുകയില്ലായിരുന്നു. അവർ നാളെ ആശ്രമം ചിന്തിച്ച് പിരിഞ്ഞിട്ടുമായിരുന്നു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോടുള്ള മഹബ്ബത്ത് ജീവജാലങ്ങൾക്ക് പോലും